ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനിടെ ഹമാസിൻ്റെ ഗസ തലവൻ മുഹമ്മദ് സിൻവറിനെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസിൻ്റെ ഗാസ തലവൻ മുഹമ്മദ് സിൻവാറിനെ സൈന്യം ഒഴിവാക്കിയെന്നാണ് നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ഗസയിൽ ലക്ഷ്യമിട്ട ഏറ്റവും പ്രമുഖ ഹമാസ് നേതാവാണ് മുഹമ്മദ് സിൻവാർ. അന്തരിച്ച ഹമാസ് നേതാവ് യഹിയ സിൻവറിൻ്റെ സഹോദരനാണ് മുഹമ്മദ് സിൻവാർ. മെയ് 13 തെക്കൻ നഗരമായ ഖാൻ യൂനിസിലെ യൂറോപ്യൻ ആശുപത്രിയുടെ മുറ്റത്തും പരിസര പ്രദേശത്തും ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തിയിരുന്നു. ആക്രമണത്തിൻ്റെ ലക്ഷ്യം മുഹമ്മദ് സിൻവാർ ആയിരുന്നു. അവിടെ ഹമാസിൻ്റെ തുരങ്കം തകർത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. സിൻവാറിൻ്റെ മരണം ഹമാസ് സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. 2023 ഒക്ടോബർ 7 ഇസ്രായേലിനെതിരായ ആക്രമണത്തിൻ്റെ സൂത്രധാരനായ യഹിയ സിൻവാറിനെ കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയിരുന്നു. 1975 സെപ്റ്റംബർ 15 മുഹമ്മദ് സിൻവാർ ജനിച്ചത്. പൊതുജനമധ്യത്തിൽ അപൂർവമായി മാത്രമേ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ. പതിറ്റാണ്ടുകളായി ഹമാസിൻ്റെ സൈനിക പ്രവർത്തനങ്ങളുടെ കേന്ദ്ര ബിന്ദുവാണ് അദ്ദേഹം. ഇസ്രായേൽ ലക്ഷ്യമിട്ട ഹമാസിൻ്റെ പ്രധാന നേതാക്കളിൽ ഒരാളും കൂടിയായിരുന്നു മുഹമ്മദ് സിൻവാർ. മുഹമ്മദ് സിൻവാറിൻ്റെ മരണത്തോടെ ഹമാസിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുകയും ചെയ്യുന്നുണ്ട്. 2024 തൻ്റെ മൂത്ത സഹോദരൻ യഹിയ സിൻവാറിൻ്റെ മരണത്തെ തുടർന്നാണ് മുഹമ്മദ് സിൻവാർ ഹമാസിൻ്റെ ഉന്നത പദവിയിലേക്ക് എത്തിയത്. 2023 ഒക്ടോബർ 7 ഇസ്രായേൽ ആക്രമണത്തിന് പിന്നിലെ സൂത്രധാരെന്ന് കരുതപ്പെടുന്ന നേതാവാണ് യഹിയ സിൻവാർ. നിരവധി ആക്രമണങ്ങൾ നേരത്തെ മുഹമ്മദ് സിൻവാറിനെതിരെ ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്. മുഹമ്മദ് സിൻവാർ ആക്രമണത്തിൽ നിന്ന് നിരന്തരം രക്ഷപ്പെട്ടു. ഹമാസിലെ പ്രേതമെന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പലതവണ ഇദ്ദേഹം കൊല്ലപ്പെട്ടതായി വാർത്തകൾ വന്നു. ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെയാണ് മുഹമ്മദ് സിൻവാറിൻ്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്.